പൊന്നോ, ഈ മഞ്ഞത്ത് എങ്ങനെ പുറത്തിറങ്ങാൻ തോന്നുക? കഴിഞ്ഞ ദിവസം ക്രാങ്ക് എടുത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ക്രാങ്ക് മെഷീനുകൾ മേടിക്കാൻ പ്രാക്ടീസ് വരെ പോകണമായിരുന്നു. മടിക്കും മഞ്ഞിന് യാതൊരു പ്രസക്തി ഇവിടെ ഇല്ലല്ലോ. പാക്കറ്റ് ഇടുന്നതിന് മുന്നേ കുറച്ചു നേരം തണുപ്പത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് തണുപ്പ് സഹിക്കാനുള്ള ഒരു ശക്തി കിട്ടുമെന്ന് ഞാൻ കണ്ടുപിടിച്ചായിരുന്നേ. ഇത് ഞാൻ കണ്ടുപിടിച്ചാട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. തണുപ്പ് തുടങ്ങി, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ മ്യൂട്ട്സ് എനിക്ക് ഈ തവണ മോനസ് മേടിച്ചെന്ന് ക്യൂട്ടായിട്ടില്ല കാണാൻ. അങ്ങനെ ഞാൻ മ്യൂട്ട്സേം ഷോളും ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ട് ബാഗിൽ വേണ്ട കാർഡ്സ് ഒക്കെ എടുത്ത് ഞാൻ പോകാൻ വേണ്ടി സെറ്റായി. ഇവിടെ ജർമ്മനിയിൽ ക്രാങ്ക് എടുക്കുന്ന വലിയ സീനില്ല കേട്ടോ. നമ്മുടെ വർക്കിംഗ് അവേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്രാങ്ക് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ നോക്കിയും കണ്ടൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അരമണിക്കൂർ കൂടുമ്പോഴേ എനിക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് സ്റ്റഡിലേക്ക് പോകാനുള്ള ബസ്സുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ ബസ് സ്റ്റോപ്പിലെത്തണം. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് യാത്രയുണ്ട് നമുക്ക് സ്റ്റഡിലേക്ക്. നല്ല ഗ്ലറ്റ് ഉള്ളത് കൊണ്ട് പയ്യെ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ പൊളിച്ചടക്കി കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പ്രാക്ടീസ് എത്തി. ഡോക്ടർ ക്രിസ്റ്റ്യൻ മ്യൂളറാണ് എൻ്റെ ഹൗസ് ആർട്ടിസ്റ്റ്. പക്ഷേ എനിക്കും കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. രാവിലെ നമ്മളൊരു ക്രാങ്ക് ഇൻഫോം ചെയ്താൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് പോയി ക്രാങ്ക് മെഷാനിക്കും അപ്പോളം ചെയ്യാം. ഡോക്ടറിനെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മുടെ ഗെസുൻഹൈറ്റ് കാർഡ് അനലൈസും ചെയ്യണം. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണല്ലോ പൈസ അടയ്ക്കുന്നത്. നമുക്ക് നല്ല പനിയാണെങ്കിൽ ഡോക്ടറിനെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രാക്ടീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും സ്റ്റെറിലൈസേഷൻ മെസ്സേജ് ചെയ്യാനും പിന്നെ വേണ്ട മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരികയും ചെയ്യും. അങ്ങനെ എനിക്ക് വേണ്ട സാധനമൊക്കെ കിട്ടി കേട്ടോ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാം. ബൈ.